ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ഈ മാസം 29-ാം തീയതി നടക്കുന്ന പിയൂൺ, വാച്ച്മാൻ, അറ്റൻഡർ ആയ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ്? ഓപ്ഷൻ ബി, ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ്? ബാലഗംഗാധര തിലക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു? ഓപ്ഷൻ സി, 1858. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷം ആയിരുന്നു? 1858. ക്വിറ്റ് ഇന്ത്യ ദിനം? ഓപ്ഷൻ ഡി, ഓഗസ്റ്റ് 9, 1942. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9, 1942. ആര്യ സമാജം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ, സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ചതാര്? സ്വാമി ദയാനന്ദ സരസ്വതി. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആര്? ഓപ്ഷൻ സി, മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ബി, 1950 ജാനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? 1950 ജാനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? ഓപ്ഷൻ സി, 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? 42-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ഓപ്ഷൻ ബി, ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ഭാഗം 4A. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി, സ്വത്തവകാശം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യമേത്? ഓപ്ഷൻ ഡി, അമേരിക്ക. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? അമേരിക്ക. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? ഓപ്ഷൻ സി, 1863 ആഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ആഗസ്റ്റ് 28. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഓപ്ഷൻ എ, ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി, സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ.
തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? ഓപ്ഷൻ ഡി 1949. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായി. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? ഗൗരി പാർവതി ഭായി. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ? ഓപ്ഷൻ എ ഓം ബിർള. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ഓം ബിർള. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി OR കേളു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു. ആരുടെയെല്ലാം ശ്രമഫലമായാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത്? ഓപ്ഷൻ സി വിക്രം സാരാഭായി ജവഹർലാൽ നെഹ്റു. ആരുടെയെല്ലാം ശ്രമഫലമായാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത്? വിക്രം സാരാഭായി ജവഹർലാൽ നെഹ്റു. ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. സ്വാതന്ത്ര്യാനന്തരം രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ ആരെല്ലാം? ഓപ്ഷൻ സി 1 and 3. HN കുൻസ്രു, KM പണിക്കർ. സ്വാതന്ത്ര്യാനന്തരം രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ ആരെല്ലാം? HN കുൻസ്രു, KM പണിക്കർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? ഓപ്ഷൻ സി 5. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 5. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശം അല്ലാത്തതേത്? ഓപ്ഷൻ ബി ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങളാണ് പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക. ഇത് ഓർത്തു വയ്ക്കുക. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര്? ഓപ്ഷൻ ബി സുമൻ കെ ബെറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര്? സുമൻ ബെറി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായണനാണ്. ഡോക്ടർ വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. താഴെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം? ഓപ്ഷൻ എ കന്യാകുമാരി. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഓപ്ഷൻ സി ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏതു മേഖലയിലെ പ്രതിഭയാണ്? ഓപ്ഷൻ ഡി ശാസ്ത്രീയ നൃത്തം. അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏതു മേഖലയിലെ പ്രതിഭയാണ്? ശാസ്ത്രീയ നൃത്തം.
രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏത്? ഓപ്ഷൻ സി ലൂണി. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏത്? ലൂണി. 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം? ഓപ്ഷൻ സി കാതൽ. 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം കാതൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ സി K2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2. താഴെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്? ഓപ്ഷൻ സി ഇടുക്കി. താഴെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കി. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം? ഓപ്ഷൻ ഡി മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഓപ്ഷൻ എ ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഉത്തരായന രേഖ. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി? ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? ഓപ്ഷൻ സി നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം? ഓപ്ഷൻ സി കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ബി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? ഓപ്ഷൻ ഡി പാലക്കാട്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. കേരളത്തിൻ്റെ സംസ്ഥാന ഫലമേത്? ഓപ്ഷൻ എ ചക്ക. കേരളത്തിൻ്റെ സംസ്ഥാന ഫലമേത്? ചക്ക. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്? ഓപ്ഷൻ ഡി പുല്ലൂരംപാറ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പുല്ലൂരംപാറ. കേരളത്തിലെ ഏതു നഗരമാണ് സാംസ്കാരിക നഗരമായി അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി തൃശ്ശൂർ. കേരളത്തിലെ ഏത് നഗരമാണ് സാംസ്കാരിക നഗരമായി അറിയപ്പെടുന്നത്? തൃശ്ശൂർ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? ഓപ്ഷൻ ഞാൻ വായിച്ചതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എടയ്ക്ക ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഇടുക്കി. എടയ്ക്ക ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഓപ്ഷൻ സി ഇടുക്കിയാണ്. എടയ്ക്കൽ ഗുഹയാണെങ്കിൽ അത് വയനാടാണ് കേട്ടോ. എടയ്ക്കൽ ഗുഹയാണെങ്കിൽ വയനാടാണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എടയ്ക്കാന്നേ ഉള്ളൂ. എടയ്ക്ക ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഇടുക്കി. രണ്ടും രണ്ടാണേ. എടയ്ക്കൽ ഗുഹയാണെങ്കിൽ അത് വയനാട്. എടയ്ക്ക ഗുഹയാണെങ്കിൽ ഇടുക്കി. സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ബി ജീവനം പദ്ധതി. സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ജീവനം പദ്ധതി. സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടുന്നവയാണ്
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, സുഭിക്ഷ കേരളം പദ്ധതി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? ഓപ്ഷൻ ബി 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 6. ഇന്ത്യയിലെ ആദ്യ അരി ATM സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി ഭുവനേശ്വർ. ഇന്ത്യയിലെ ആദ്യ അരി ATM സ്ഥാപിച്ചത് എവിടെ? ഭുവനേശ്വർ. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ സി തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ബാക്കി 3 നാഷണൽ പാർക്കുകളാണ്. സൈലന്റ് വാലി, ഇരവികുളം, മതികെട്ടാൻചോല ഇതൊക്കെ നാഷണൽ പാർക്കുകളാണ്. 2024 ആഗസ്റ്റിൽ 75-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട്. ഓപ്ഷൻ എ 1 രൂപ. 2024 ആഗസ്റ്റിൽ 75-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് 1 രൂപ. ഭൗമശാസ്ത്രജ്ഞർ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ എന്തു പേരിൽ വിശേഷിപ്പിക്കുന്നു? ഓപ്ഷൻ സി മണ്ണിൻ്റെ ക്യാൻസർ. ഭൗമശാസ്ത്രജ്ഞർ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ എന്തു പേരിൽ വിശേഷിപ്പിക്കുന്നു? മണ്ണിൻ്റെ ക്യാൻസർ. 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ ജെമിനി. 2024 ജൂൺ മാസം ഗൂഗിള് ഇന്ത്യയിൽ അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ടിൻ്റെ പേരെന്ത്? ജെമിനി. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം. ഓപ്ഷൻ ബി ആട്ടം. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ആട്ടം. 2024 ഓഗസ്റ്റ് 16 EOS 08 വിക്ഷേപിക്കാൻ ISRO ഉപയോഗിച്ച വിക്ഷേപണ വാഹനമേത്? ഓപ്ഷൻ ഡി SSLV D3. ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 1, 3 ശരി, 2 തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ വായിക്കാം. ശരിയായ പ്രസ്താവനകൾ: ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു, വാരിയെല്ലിൻ കൂട് ഉയരുന്നു, ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു, വാരിയെല്ലിൻ കൂട് ഉയരുന്നു, ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. മുറ, നിലീരവി, ബാദാവരി എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുക? ഓപ്ഷൻ ഡി എരുമ. മുറ, നിലീരവി, ബാദാവരി എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുക? എരുമ. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ ബി കൊയാഗുലേഷൻ. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അലിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന പ്രക്രിയയാണ് കൊയാഗുലേഷൻ. 2024 ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യത്തിൻ്റെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി 1 and 3 ശരിയാണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, വരൾച്ച പ്രതിരോധം. 2024 ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യത്തിൻ്റെ പ്രധാന ആശയങ്ങൾ: ഭൂമി പുനഃസ്ഥാപിക്കൽ, വരൾച്ച പ്രതിരോധം. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഓപ്ഷൻ എ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല ഇവയെല്ലാം എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്? ഓപ്ഷൻ സി നാഷണൽ പാർക്ക്. ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല ഇവയെല്ലാം എന്തിൻ്റെ ഉദാഹരണമാണ്? നാഷണൽ പാർക്ക്.
പ്രസ്താവന വിറ്റാമിൻ എയുടെ അഭാവം നിശാന്തതയ്ക്ക് കാരണമാവുന്നു. കാരണം വിറ്റാമിൻ എ റെറ്റിനയിലെ കാഴ്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, പ്രസ്താവനയും കാരണവും ശരി. തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനയും കാരണവും ശരിയാണ് കേട്ടോ. ഒന്നുകൂടി വായിക്കാം. പ്രസ്താവന വിറ്റാമിൻ എയുടെ അഭാവം നിശാന്തതയ്ക്ക് കാരണമാവുന്നു. കാരണം വിറ്റാമിൻ എ റെറ്റിനയിലെ കാഴ്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഈ പ്രസ്താവനയും കാരണവും ശരിയാണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്ത്? ഓപ്ഷൻ ബി, ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് എന്ത്? ന്യൂട്ടൺ. കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, പോസിറ്റീവ് ചാർജ് ഉണ്ട്. കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് പോസിറ്റീവ് ചാർജ് ഉണ്ട്. കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജാണുള്ളത്. കാഥോഡ് രശ്മികളുടെ സവിശേഷതകളാണ് നേർരേഖയിൽ സഞ്ചരിക്കുന്നു, മാസ് ഉണ്ട്, കാന്തിക മണ്ഡലത്തിൽ ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇത് ഓർത്തു വയ്ക്കുക. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ഡി, അലൂമിനിയം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയത്തിൻ്റെ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ഓപ്ഷൻ ബി, കൊബാൾട്ട് 60. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? കൊബാൾട്ട് 60. കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനം? ഓപ്ഷൻ എ, ഹൈഡ്രജൻ. കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനം ഹൈഡ്രജൻ. 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയുടെ പേര്? ഓപ്ഷൻ ബി, സുനിത വില്യംസ്. 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയുടെ പേര് സുനിത വില്യംസ്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം? ഓപ്ഷൻ സി, കണ്ണൂർ. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂർ. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗം ഡാഷ് ആണ്? ഓപ്ഷൻ എ, എലിപ്പനി. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗം ഡാഷ് ആണ്? എലിപ്പനി. വൈറസുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ, ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. വൈറസുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. മലമ്പനിക്ക് കാരണമായ രോഗവാഹകർ ഡാഷ് ആണ്? ഓപ്ഷൻ എ, അനോഫിലസ് പെൺകൊതുക്. മലമ്പനിക്ക് കാരണമായ രോഗവാഹകർ ഡാഷ് ആണ്? അനോഫിലസ് പെൺകൊതുക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ക്യാൻസർ, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണം അല്ലാത്തത്? ക്യാൻസർ, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി, സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു? സ്നേഹസാന്ത്വനം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരളം സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഡാഷ് ആണ്? ഓപ്ഷൻ ഡി, സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ഡാഷ് ആണ്? ഓപ്ഷൻ എ, ആലപ്പുഴ. അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ഡാഷ് ആണ്? ആലപ്പുഴ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം എഴുതുക. ഓപ്ഷൻ എ, പക്ഷാഘാതം.
താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം പക്ഷാഘാതം. കേരള സർക്കാരിൻ്റെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓപ്ഷൻ സി മിഠായി. കേരള സർക്കാരിൻ്റെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി മിഠായി എന്ന പേരിൽ അറിയപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിലെ സന്ദേശം ഡാഷ് ആണ്. ഓപ്ഷൻ എ നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം. ഇത് 2024 ആരോഗ്യദിന സന്ദേശമാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് ജീവകമാണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ജീവകം സി. താഴെ പറയുന്നവയിൽ ഏത് ജീവകമാണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ജീവകം സി. 100 ഗ്രാം കശുവണ്ടിപ്പരിപ്പിൽ നിന്ന് ലഭിക്കുന്ന മാംസ്യത്തിൻ്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ സി 21.2. 100 ഗ്രാം കശുവണ്ടിപ്പരിപ്പിൽ നിന്ന് ലഭിക്കുന്ന മാംസ്യത്തിൻ്റെ അളവ് എത്രയാണ്? 21.2. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ? ഓപ്ഷൻ ബി ഡി. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ? വിറ്റാമിൻ ഡിയുടെ. താഴെ പറയുന്നവയിൽ പച്ചമുളകിൻ്റെ സങ്കര ഇനം കണ്ടെത്തുക. ഓപ്ഷൻ സി അനുഗ്രഹ. താഴെ പറയുന്നവയിൽ പച്ചമുളകിൻ്റെ സങ്കര ഇനം കണ്ടെത്തുക അനുഗ്രഹ. ഇനി 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും പ്രീവിയസ് ഇയറിലെ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.